+1 അഡ്മിഷൻ ഏകജാലക നടപടിക്രമങ്ങളെക്കുറിച്ചും കുട്ടികളുടെ അഭിരുചികൾക്കനുസരിച്ച് കോഴ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന വിഷയത്തെ സംബന്ധിച്ചും ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സെമിനാർ സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ പ്രിൻസിപ്പൽ ബെസ്സി ടീച്ചർ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കളുമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. 3-4 ഈ 3 ദിവസങ്ങളിലായിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ നമുക്ക് നടക്കും. ഫസ്റ്റ് അലോട്ട്മെന്റിന് ഇഷ്ടപ്പെട്ട സ്കൂള് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫീസ് അടയ്ക്കേണ്ട, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവരെ ഏൽപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ടെമ്പററി ആയിട്ട് നിൽക്കാം, താൽക്കാലികമായിട്ട് നിൽക്കാം. ഫീസ് അടച്ച് നിർബന്ധമായിട്ടും അവിടെ ചേരണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ടെമ്പററി ആയിട്ട് നിന്നാൽ മതി. എന്നിട്ട് രണ്ടാമത്തെ അലോട്ട്മെന്റ് വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയോ നോക്കാം. രണ്ടാമത്തെ അലോട്ട്മെന്റ് വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വല്ലാണ്ട് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. മൂന്നാമതൊരു അലോട്ട്മെന്റ് കൂടി ഉണ്ട്. മൂന്നാമത്തെ അലോട്ട്മെന്റ് വരെ നമുക്ക് എന്ത് ചെയ്യാം? വെയിറ്റ് ചെയ്യാം. മനസ്സിലുണ്ടോ? ഫീസ് അടച്ച് ചേരാതെ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വെയിറ്റ് ചെയ്യാം. ഇതാണ് മെയിൻ കാര്യങ്ങൾ.